morning friends, fresh up vlogs. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ പോളോൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിന് കുറേ പേര് സപ്പോർട്ട് ചെയ്ത്, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ പിന്നെ ജയകൃഷ്ണൻ നമ്പൂതിരിന് വന്നൊരു ബ്രദർ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പോളോന് എന്തുമാത്രം ചിലവ് വന്നിട്ടുണ്ട്, എന്തൊക്കെ സ്ട്രഗിളാണ് നമ്മൾ അനുഭവിച്ചതെന്നൊക്കെ ഒന്ന് പറയാനായിട്ട്. യെസ്, ഓഫ് കോഴ്സ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു വണ്ടി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് പോയി ഒന്നാമത്തെ ഈ പാർട്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വണ്ടി ഇട്ടപ്പോൾ ഈ വണ്ടിയുടെ സെൻസറും ECU യൂണിറ്റും എല്ലാം മെയിൻ പാർട്സൊക്കെ ഈ വണ്ടിയിൽ നിന്ന് എല്ലാം ഊരിക്കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ കിട്ടാൻ നമുക്ക് കോയമ്പത്തൂർ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പോകേണ്ടി വന്നു. പിന്നെ റീപെയിൻറ്റ് ചെയ്യാനും പിന്നെ വണ്ടി കുറേ നാൾ ശരിക്കും ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റരുത്. നമുക്കിങ്ങനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി പോളോൻ്റെയും ഈ സ്കോഡയുടെ ഒക്കെ പ്രശ്നം, നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്കൊരു പണി കിട്ടി, അവിടെ കുറേ നാൾ വണ്ടി കിടന്നിട്ട് നമ്മളുടെ വേറെ പാർട്സും കൂടി എക്സ്ട്രാ പോയി വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇറക്കിയപ്പോൾ വണ്ടിക്ക് പാർട്സ് ഒന്നും ഉണ്ടായില്ല, മെയിൻ പാർട്സ് സെൻസേഴ്സ് ഒന്നും ഉണ്ടായില്ല, യൂണിറ്റുകളെല്ലാം പോയി, വയറിംഗ് കിറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആകെ വണ്ടിയുടെ ബോഡി അങ്ങനത്തെ സാധനം കിട്ടിയെന്ന് മാത്രം, സ്കൾ ബോഡി കിട്ടിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, സീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടിയിൽ പണികളൊക്കെ കടന്ന് പിന്നെ നേരെ ഫോക്സ് വാഗൻ്റെ ഷോറൂമിലേക്ക് നമ്മൾ കയറ്റിയിട്ട് നമുക്ക് ഏകദേശം ഒരു 2 lakhs അടുത്ത് വരെ നമുക്ക് ചിലവ് വന്നു. നമുക്ക് വേറെ വണ്ടി കിട്ടുമായിരുന്നു, പക്ഷെ നമുക്ക് ഈ വണ്ടിനോടുള്ള ആ ഒരു ഹാർഡ് കോർ ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി തന്നെ പണിയാമെന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഷോറൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വർക്ക്ഷോപ്പിൽ കയറ്റി വേണം റീസ്റ്റോറേഷൻ നമ്മൾ ചെയ്യുക. അതിപ്പോൾ പോളോ മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ചെയ്യണം. നമ്മൾ ആദ്യം ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി വെച്ചാൽ നമുക്ക് സാധാരണ ഒരു രീതിയിൽ പണിതട്ട് നമുക്ക് പിന്നെ കയറ്റാന്ന് വെച്ചാൽ ചെയ്തത്. പക്ഷേ ഈ വണ്ടിയോടെ കിടന്നപ്പോൾ ആ കയറ്റിയ സമയത്തും ഈ വണ്ടിയിൽ നിന്ന് നമ്മളുടെ കുറേ പാർട്സുകൾ നമുക്ക് എല്ലായിടത്തും മാറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോളോക്ക് ഒരു വർക്ക് എന്ന് പറയാനുള്ളത് നമ്മുടെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൽ വെയ്പ്പർ പിടിക്കുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരി ടൈം കിട്ടാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ അടുത്ത ആഴ്ച വണ്ടി കയറ്റണം രണ്ടാമത്. പിന്നെ അല്ലാതെ ചില ഇന്ത്യയിൽ ചെറിയ വർക്ക്, ഈ ഹോൾഡർ, ഹാൻഡ് ഹോൾഡറൊക്കെ മാറ്റണം, അങ്ങനത്തെ കുറച്ച് പണികൾ ചെയ്യാനുള്ളൂ. കാരണം പോളോയിൽ ബോഡി ക്വാളിറ്റി നല്ല ഹെവി ആയതുകൊണ്ട് വണ്ടിക്ക് ബോഡിക്കൊന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടൊന്നുമില്ല. വണ്ടി ക്ലാസ്സാണ് അത്. പിന്നെ അത് പോളോയും സ്കോഡയൊക്കെ അതൊക്കെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വിഷമം തോന്നിയ കാര്യം, ഒരു വണ്ടി പ്രേമി ആയതുകൊണ്ട് ഈ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ വണ്ടികൾ പിടിച്ച് കേസിലൊക്കെ ഇടുമ്പോൾ ഈ വണ്ടികൾ കിടന്ന് നശീനാണ്. അത് ഏത് വണ്ടി ആയിക്കോട്ടെ, ഇപ്പോൾ BMW തൊട്ട് ഫിയറ്റ്, പട്മിനി, ഫിയറ്റ് വരെ ആയിക്കോട്ടെ, നമ്മളൊരു വണ്ടി പ്രാന്താകുമ്പോൾ അത് ആയതുകൊണ്ട് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കേസൊക്കെ ഒന്ന് എത്രയും പറ്റും തീർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികൾ അവിടെ നിന്ന് റിലീസാകും. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം നല്ലൊരു വണ്ടികളാണ് നമുക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നിട്ടുള്ളൂ ഈ വണ്ടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. കാരണം റേഞ്ച് റോവർ, അംബാസിഡർ, അങ്ങനെ ഓരോരോ വണ്ടികൾ, ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി വരെ എത്രയും പെട്ടെന്ന് അങ്ങനെ കേസ് കഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ തന്നെ നഷ്ടമില്ല. ഈ വണ്ടിയുടെ കേസ് പറഞ്ഞാൽ അതുപോലെയാണ്. കാരണം നല്ലൊരു പക്ക പളുങ്കോലത്തൊരു വണ്ടിയായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായപ്പോൾ. പക്ഷെ ഇത് പിന്നീട് അതിങ്ങനെ കേസ് ആയപ്പോൾ വണ്ടി അവിടെ കിടന്ന് നഷ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അത് കുറേ ഫോട്ടോസ് ഉണ്ട്, അത് ഇടാത്തതുകൊണ്ടാണ് അത്രയും ഭയങ്കര ഇതായിരുന്നു വണ്ടി. പക്ഷെ അവിടെ നിന്ന് ഇത് പിന്നെ ഒരു റീബേർത്ത് പോലെ അമ്മ ചെയ്തെടുത്താണ്. ശരിക്കും നമുക്ക് പറഞ്ഞ പോലെ വേറെ പോളോ എനിക്കുള്ള കാശ് തന്നെയായി. പക്ഷെ നമുക്ക് ഈ വണ്ടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ പണിതെടുത്തത്. അപ്പോൾ എനിക്ക് പറയത്രേ ഉള്ളൂ, വണ്ടിപ്രേമികൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ ഉപകാരം. എനിക്ക് അത് അറിയാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം കേസ് പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുക. കാരണം എനിക്കറിയാൻ പാടില്ല, ഞാനൊരു വക്കീലും സംഭവമൊന്നുമല്ല, എനിക്ക് അങ്ങനെ ലോ ഒന്നും വലിയ പരിചയമില്ല. അങ്ങനെ ചെയ്ത് പെട്ടെന്ന് കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികൾ നിങ്ങൾക്ക് കിടക്കില്ല, നശിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം, നിങ്ങളാണ് എൻ്റെ പവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്, എൻ്റെ നെക്സോണിൻ്റെ വീഡിയോ. അത് അവനെ പണിയാൻ കയറ്റിയേക്കാണ്.
അവൻ്റെ പണി വെച്ചെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങൾ കുറച്ച് വണ്ടി വാങ്ങി. അപ്പോൾ അതിന് വണ്ടി ഈ ആഴ്ച ഇറങ്ങും. അപ്പോൾ അവൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് നെക്സോണ്ട്. അവൻ്റെ ഒരു ചെറിയൊരു കഥയുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എൻ്റെ ചാനൽ ട്രാവലിംഗ് പ്ലസ് വണ്ടി, അതാണ് എൻ്റെ ചാനൽ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സാധനം കിട്ടുന്നത്. കാരണം ഈ വീഡിയോ എനിക്ക് എടുക്കാനുള്ള ആ ജയകൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആ ഒരു ബ്രദർ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത്. താങ്ക് യു ബ്രദർ, അതെനിക്ക് ആ സപ്പോർട്ടിന് കയറി താങ്ക് യു. അപ്പോൾ ഷെയർ ചെയ്യുക, മറക്കണ്ട. ഫ്രഷ് ടേക്ക് കെയർ, ബൈ. നല്ലൊരു ദിവസം ഉണ്ടായിക്കോട്ടെ. ലവ് യു.